വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ് ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. സോ താങ്ക്സ് ലോട്ട് ഫോർ അബി, സതീഷ്, നിങ്ങൾക്കെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. 2-3 ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ റീസൺ കുറച്ച് സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ചാർട്ടും ടെലഗ്രാമിൽ ഇടാൻ പറ്റിയില്ല. വെരി വെരി സോറി. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലോട്ട് കിടക്കാം. ഇത് നമുക്ക് ഇന്നലെ വളരെ വളരെ സ്ലോ ആയിട്ടുള്ള താഴോട്ട് ഫാളായ ദിവസമാണ്. ഈ സ്ലോ മൊമെൻറ്റം, സൈഡ് മൊമെൻറ്റം ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. കാരണം വെച്ചാൽ എല്ലാവരും ഒരു കാര്യം ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണത്. നമ്മൾ IV 10 താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കോൾ സൈഡിലും പുട്ട് സൈഡിലും 10 താഴെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 85% അന്നത്തെ ദിവസം വളരെ സ്ലോ ആയിരിക്കും. കാര്യത്തിൽ നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കണം. നമ്മുടെ ഓപ്ഷൻ ബയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് വേണം. നമ്മൾ സ്പീഡിൻ്റെ ആൾക്കാരാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പോലെ നമ്മൾ ഭയങ്കര സ്പീഡിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രീമിയം പെട്ടെന്ന് നമുക്ക് ഗ്രോത്ത് തരത്തുള്ളൂ. 10 രൂപയിൽ നിൽക്കുന്ന ഒരു പ്രീമിയം, ഒരു സ്ട്രൈക്ക് പ്രൈസിൻ്റെ പ്രീമിയം 100 രൂപയിലോട്ട് വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് പോകും. അതാണ് ഓപ്ഷൻ ബയറിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള സാധനം. നമ്മൾ വളരെ സ്പീഡി ടീമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മളിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്, സ്ലോ ഉള്ള ദിവസം നമ്മൾ കയറാൻ പാടില്ല. നമ്മൾ അന്നത്തെ ദിവസം മാർക്കറ്റിനെ അങ്ങ് മറക്കുക. അത് 15%, ബാലൻസുള്ള 15% അന്ന് വല്ല നല്ല അടിപൊളിയായിട്ട് മുകളിലോട്ട് പോയാൽ അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാര്യത്തിൽ 85% സ്ലോ ആണ്. അതാണ് നമുക്ക് ഇതുവരേക്കും ഞാൻ കണ്ടുവന്നിട്ടുള്ളത്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതൊരു യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇന്ന് നമുക്ക് 120 നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ. 120-നും 24-നും ഇടയ്ക്കാണ് നിൽക്കുന്നത് പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇന്നലത്തെ ലോ ഇതാണല്ലോ. ഈ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, 15 മിനിറ്റിൻ്റെ ടൈമിലുള്ളത്. അപ്പോൾ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ഇന്നലത്തെ ലോ എന്ന് പറഞ്ഞാൽ 25,575. ഓക്കെ, സോ നമുക്ക് ഔട്ട് ഓഫ് ദ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,400 ഔട്ട് ഓഫ് ദ മണി. അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസിൻ്റെ ഇന്നലെ ഹൈ വെച്ചേക്കുന്നത് 100 രൂപയാണ്. അതായത് 25,400 പുട്ട് സ്ട്രൈക്കിൻ്റെ PE സ്ട്രൈക്കിൻ്റെ ഹൈ 100 രൂപയാണ്. അതേസമയം നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോളോ 120-നും 24-നും നിൽക്കുകയാണ്. ഇന്ന് ഇത് ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുമ്പം ആ 25,400 എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാം, കോൺഫിഡൻറ്റിൽ കയറണ്ട. പക്ഷേ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് അങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് മാർക്കറ്റിൽ നടക്കുന്നത്. സോ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിറച്ച കാര്യങ്ങൾ അനാലിസിസ് ചെയ്താൽ മതി. നമുക്കറിയാം, നമ്മുടെ ഇടവപ്പാതി അല്ലേ കേരളത്തിൽ ഏതെങ്കിലും ഒരു വർഷം മാത്രമേ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാറുള്ളൂ എന്നുള്ളതല്ലാതെ, ഇപ്പോൾ ഈ വർഷം ഇടവപ്പാതി കുറച്ച് നേരത്തെ വന്നു. മാർച്ച് എൻഡൊക്കെ മെയ് എൻഡ് ആകുമ്പോഴത്തേക്കും, നോർമലായിട്ട് ജൂൺ മാസത്തിലാണ് തുടങ്ങുന്നത് ഇടവപ്പാതി മഴ അല്ലേ. അതേപോലെ വെയിൽ നമുക്കറിയാം, സമ്മർ എപ്പോഴാണ്? ഫെബ്രുവരി മാർച്ച്. സോ ഇതൊക്കെ ഗ്ലോബൽ നാച്ചുറലിൻ്റെ ഒരു ക്ലൈമറ്റാണ്. വളരെ റെയറായിട്ടാണ് കുറേ വർഷങ്ങൾ കൂടുമ്പോൾ ചൂട് ഭയങ്കരമായിട്ട് കൂടുന്നതും അല്ലെങ്കിൽ നല്ല മഴ ഭയങ്കരമായിട്ട് പെയ്യുന്നതും പേമാരി പെയ്യുന്നതും. അതങ്ങനെ ഒരു 10 വർഷത്തിലൊരിക്കൽ അങ്ങനെയൊക്കെയാണ്. സോ ഇത് നിങ്ങൾ റെഗുലറായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന മഴയും സ്ഥിരമായിട്ട് കിട്ടുന്ന വെയിലും സ്ഥിരമായിട്ട് കിട്ടുന്ന കാറ്റും, മനസ്സിലായില്ലേ? സോ ഇതേപോലെ നമുക്ക് സ്ട്രാറ്റജീസ് ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആ ദിവസങ്ങളിൽ കയറുക, ഇറങ്ങുക, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, സൈലൻ്റായിട്ട് മാർക്കറ്റിൽ നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് ലോങ് ടൈമിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഈ ലെവലൊക്കെ മാർക്ക് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.